2 മിനിറ്റോ? ഈ ജന്മം മുഴുവൻ നിന്നോട് സംസാരിച്ചിരിക്കാൻ എനിക്കിഷ്ടമാണ് പാറുക്കുട്ടി. അവൻ്റെ ശബ്ദം അത്രമേൽ സ്നേഹാർദ്രമായിരുന്നു. പാറണ ഒരു നിശബ്ദയായി നിന്നു. പാറുക്കുട്ടി, എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ നന്ദി പറയാൻ വിളിച്ചതാണ് സാർ. നന്ദിയോ? അവർ നെറ്റിച്ചു വിളിഞ്ഞു. അതെ, ഇന്നിവിടെ എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആൾ വന്നിരുന്നു, മിസ്റ്റർ നിരഞ്ജൻ അടിക. നിരഞ്ജൻ അടികയോ? അതെ, വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഏറ്റ പിതൃത്വത്തിൻ്റെ പേരിൽ സംശയിച്ച് അമ്മയെയും എന്നെ ഉപേക്ഷിച്ചതാണ് അയാൾ. പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അമ്മയും എന്നെ ഉപേക്ഷിച്ച് വേറൊരു വിവാഹം കഴിച്ചു. അങ്ങനെ ഞാൻ പൂർണ്ണമായും അനാഥയായി. എനിക്കറിയാം പാറുക്കുട്ടി. ആദിയുടെ ശബ്ദം ഇടറി. അയാൾക്ക് ഇപ്പോൾ ഞാൻ അയാളുടെ മകളാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ക്ഷമ പറയാനായി വന്നിരുന്നു. അയാൾ കാരണം ഞാൻ അനുഭവിച്ച അവഗണനയ്ക്കും അവഹേളനങ്ങൾക്കും കണക്കില്ല. അയാൾ ഇന്ന് എൻ്റെ മുന്നിൽ മാപ്പ് പറഞ്ഞു. എൻ്റെ അച്ഛനാണെന്ന് സമ്മതിച്ചു. എനിക്കിനി മകളാണെന്നുള്ള അയാളുടെ അംഗീകാരം വേണ്ട. പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും അയാൾ എൻ്റെ മുന്നിൽ വന്ന് തലകുനിച്ചു. ഒരിക്കലെങ്കിലും അയാളുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ എനിക്ക് പറ്റി. അതെല്ലാം സാറ് കാരണമാണ്. ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഒന്നിനു വേണ്ടി ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞാൻ കരുതിയതാണ്. ഒരു ഔദാര്യം സ്വീകരിക്കരുതെന്നും. പക്ഷേ എനിക്ക് വേണ്ടി ഇങ്ങനൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ വിളിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഒരു നന്ദി പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. ആദിക്ക് അവളുടെ സംസാരം കേട്ടപ്പോൾ നെഞ്ചിലൊരു മുള്ളു കൊള്ളുന്നത് പോലെ തോന്നി. അത്രയ്ക്കൊരു വേദന. അവളുടെ ഔദാര്യം എന്ന വാക്കിൽ അവൻ്റെ മനസ്സ് പുകഞ്ഞു. അയാൾ മാത്രമല്ല, ഞാനടക്കം ഇന്ന് നിന്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കുകയാണ് പാറുക്കുട്ടി. നിന്നോട് തെറ്റ് ചെയ്തവരെല്ലാം അങ്ങനെയാണ്. ദയവ് ചെയ്ത് എന്നോട് നന്ദി പറയരുത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് നിന്റെ സ്നേഹം മാത്രമാണ് മോളെ. ഞാൻ വെച്ചോട്ടെ? പാറണ ഒരു ശ്വാസം മുട്ടലോട് ചോദിച്ചു. എത്ര നാളായി പാറുക്കുട്ടി നമ്മളൊന്ന് സംസാരിച്ചിട്ട്? എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? ഒരിക്കലും എനിക്ക് നിന്റെ സ്നേഹം കിട്ടില്ലെന്നാണോ? അതൊരിക്കൽ സാർ തന്നെ പുറങ്കാലം കൊണ്ട് തട്ടിയെറിഞ്ഞതാണ്. ഉപേക്ഷിക്കപ്പെട്ടതൊന്നും ഒരിക്കലും തിരിച്ചു കിട്ടില്ല സാർ. മറ്റൊന്നിനും വേണ്ടിയും വിളിച്ചതല്ല. നിങ്ങളോടൊരു നന്ദി പറഞ്ഞില്ലെങ്കിൽ അതെൻ്റെ ഏറ്റവും വലിയ മര്യാദകേടാവും. അതുകൊണ്ട് മാത്രം വിളിച്ചതാ. നമ്മൾ തമ്മിൽ ഇനിയൊരു ബന്ധവും ഉണ്ടാവില്ല എന്നാണോ? എന്നോട് നിനക്ക് വെറുപ്പാണെന്നാണോ? എൻ്റെ പാറുക്കുട്ടി ഇനി ഒരിക്കലും എന്നോട് മിണ്ടുകയില്ലെന്നാണോ? ആദ്യയുടെ ഹൃദയം തകർന്ന വാക്കുകൾ പുറത്തു വന്നു. ഇല്ല സാർ, എനിക്ക് നിങ്ങളോട് യാതൊരു വെറുപ്പുമില്ല. പക്ഷേ പഴയതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ എനിക്ക് പറ്റില്ല. പഴയതുപോലെ നിങ്ങളെ കാണാൻ സാധിക്കില്ല. വേണമെങ്കിൽ നമുക്കിനി നല്ല സുഹൃത്തുക്കളാകാം. അത്രയേ ഉള്ളൂ. എന്നെ ഒരു സുഹൃത്തായി കാണാൻ പറ്റുമെങ്കിൽ വല്ലപ്പോഴും വിളിക്കുന്നതിലും സംസാരിക്കുന്നതിലും എനിക്ക് പ്രശ്നമില്ല. ആദ്യം ഒന്ന് ചിരിച്ചു. ദേഷ്യം കൊണ്ടോ സങ്കടം കൊണ്ടോ അവൻ്റെ കണ്ണുകൾ വല്ലാതെ ചുവന്നു. അന്ന് ആദ്യമായി അവളുടെ മുന്നിൽ തൻ്റെ സെൽഫ് റെസ്പെക്റ്റ് മുറിപ്പെടുന്ന പോലെ അവന് തോന്നി. വേണ്ട പാറോണ, ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നത് സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് നിനക്ക് നന്നായിട്ടറിയാം. അതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബന്ധമല്ല. എനിക്ക് നിന്നെ വേണം പാറുക്കുട്ടി. എല്ലാ അർത്ഥത്തിലും നിന്നെ വേണം. എൻ്റെ കൂടെ കഴിയാൻ, എന്നെ സ്നേഹിക്കാൻ, എനിക്ക് സ്നേഹിക്കാൻ, എന്നോട് വർത്തമാനം പറയാൻ, ചിരിക്കാൻ, എന്നെ വഴക്കു പറയാൻ, പണ്ടത്തെ പോലെ സ്നേഹത്തോടെ എന്നെ ഊട്ടാൻ. എല്ലാത്തിനും എൻ്റെ പെണ്ണായിട്ട് പഴയതുപോലെ എനിക്ക് നിന്നെ തിരിച്ചു വേണം. അല്ലാതെ ഒരു സുഹൃത്തായിട്ടുള്ള ഔദാര്യമൊന്നും എന്നോട് കാണിക്കേണ്ട കാര്യമില്ല. നിനക്ക് പറ്റുമെങ്കിൽ എൻ്റെ പെണ്ണായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് വാ. അല്ലാതെ ഒരു ഫോർമാലിറ്റിയുടെ പേരിലും നീ എന്നോടൊരു കാരുണ്യം കാണിക്കേണ്ട കാര്യമില്ല. പറഞ്ഞു വന്നപ്പോൾ ആദി ആവേശവും സങ്കടം കൊണ്ട് കിതച്ചു പോയിരുന്നു. അപ്പുറത്ത് നിശബ്ദയായിരുന്നു. എന്താ മറുപടിയില്ലേ? ഞാൻ വെച്ചോട്ടെ, ഇനി വിളിക്കില്ല. അപ്പുറത്തുനിന്ന് പാറയുടെ ശബ്ദം കേട്ടു. ശരി. ആദ്യമാണ് ആദ്യം ഫോൺ കട്ട് ചെയ്തത്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ കിടക്കയിൽ കമിഴ്ന്ന് കിടന്ന് വിങ്ങിക്കരഞ്ഞു. മണിക്കൂറുകൾ 2 കടന്നുപോയി. ആദ്യ ഭക്ഷണം കഴിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് കാണാതിരുന്നതിനാൽ അവൻ്റെ പുറയിൽ നോക്കാമെന്ന് വിചാരിച്ചു ശിഖ. അവൻ്റെ റൂം ചാരി ഇട്ടിരിക്കുകയായിരുന്നു. ചെന്ന് നോക്കുമ്പോൾ ആദി ബെഡിൽ കമിഴ്ന്ന് കിടന്നുറങ്ങുകയാണ്. ആ കിടപ്പ് കണ്ടപ്പോൾ എന്തുകൊണ്ടോ അവൾക്ക് അവനെ ഉണർത്താൻ തോന്നിയില്ല. അവൾ അവൻ്റെ ബെഡിലിരുന്നു. ആ മുഖത്തേക്ക് തന്നെ നോക്കിയപ്പോൾ അടക്കാനാവാത്തൊരു വാത്സല്യവും സ്നേഹത്താലും അവളുടെ നെഞ്ചു കുതിർന്നു. പതിയെ അവൾ അവൻ്റെ ശിരസിൽ തലോടി. പുറത്ത് മഴ ശക്തമായി ആഞ്ഞടിക്കുകയായിരുന്നു. ആദിക്ക് ഉറക്കം കുറവാണെന്ന് ശരിക്ക് നന്നായി അറിയാമായിരുന്നു. ഏട്ടത്തി പോയതിനു ശേഷം തൻ്റെ ഏട്ടൻ സ്വൈര്യത്തോടെ ഉറങ്ങിയിട്ടേയില്ല. പാവം, ഉറങ്ങിക്കോട്ടെ. ശിഖ പിന്നെയും അവൻ്റെ അടുത്ത് അങ്ങനെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞിട്ട് അവൾ അവനെ പുതപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റു. വാതിൽ കടന്ന് പുറത്തിറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് അവൻ ഞെരുങ്ങുന്ന പോലെ അവൾക്ക് തോന്നിയത്. ശിഖ വീണ്ടും അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഉറക്കത്തിൽ എന്തോ പറയുന്നതാണ്. അവൾ ചെവിയോർത്തു. പാറുക്കുട്ടി മോളെ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലടി. ഞാൻ മരിച്ചു പോകും. നെഞ്ചുപൊട്ടി ഞാൻ മരിച്ചു പോകും. ശിഖ വല്ലാത്തൊരു തളർച്ചയോടെ നിലത്തേക്ക് ഇരുന്നു പോയി. തൻ്റെ നെഞ്ചും ഇപ്പോൾ പൊട്ടിപ്പോകുമെന്ന് ശിഖയ്ക്ക് തോന്നി. കുറേ നേരത്തിന് ശേഷം അവൾ അലനെ വിളിച്ചു. അൽവേട്ട, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എനിക്ക് ഏട്ടത്തി ഒന്ന് കാണാൻ സാധിക്കുമോ? അലനൊരു നിശബ്ദനായി. ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെന്നോ പൊന്നു? ഞാൻ പറഞ്ഞില്ലേ, ശ്രീദേവി ആൻറ്റിയൊക്കെ ഒത്തിരി ആ കൊച്ചിനോട് സംസാരിച്ച് നോക്കിയതാ. ഫോണിൽ ഇടയ്ക്ക് വിളിക്കുമ്പോഴൊക്കെ ആൻറ്റി പാർമനോട് ആദിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഒരു ദിവസം വർമാങ്കിലും സംസാരിച്ചിരുന്നല്ലോ. പക്ഷേ എന്നിട്ട് ആ കൊച്ചു വഴങ്ങിയില്ല. അവരോടൊക്കെ ആ കൊച്ചിന് സ്നേഹമായിരുന്നു. പക്ഷേ നിങ്ങൾ തമ്മിൽ അങ്ങനെയല്ലല്ലോ. പാറണ പൊന്നുവിനെ കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. ശ്രീദേവിയേൻ്റെയും മംഗളും പറഞ്ഞിട്ട് മനസ്സ് മാറാൻ തയ്യാറാകാത്ത ആ കൊച്ച് പൊന്നു ചെല്ലുമ്പോൾ കൂടെ വരുമെന്നാണോ വിചാരം? അതൊന്നും എനിക്കറിയില്ല അല്ലുവേട്ട. ഏട്ടത്തിയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും എനിക്ക് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. ഏട്ടന് വല്ലാത്തൊരു അവസ്ഥയിലാണ്.
എനിക്ക് ആ വേദന കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവളുടെ വാചകങ്ങളിൽ അലൻ നിസ്സഹായനായി. ആദ്യോട് പറയണ്ട എന്നാണോ പൊന്നു? വേണ്ട, ഏട്ടൻ അറിഞ്ഞാൽ ചിലപ്പോൾ സമ്മതിക്കില്ല. പ്ലീസ് അല്ലുവേട്ടാ, എനിക്ക് ഏട്ടത്തെ ഒന്ന് കണ്ടേ പറ്റൂ. അല്ലുവേട്ടൻ തിരക്കാണെങ്കിൽ വഴി പറഞ്ഞു തന്നാലും മതി, ഞാൻ പോയി കണ്ടോളാം. ഇല്ല പൊന്നു, ഞാനും വരാം. പക്ഷേ ആ കൊച്ചു എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതോർത്ത് വിഷമിപ്പിക്കാൻ നിൽക്കരുത്. ഇല്ല, ഏട്ടത്തിന് എന്ത് വേണമെന്ന് പറഞ്ഞോട്ടെ, എന്നാൽ എനിക്ക് ഏട്ടത്തെ കണ്ട് സംസാരിച്ചേ പറ്റൂ. ആലനൊരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവൻ നാളെ ആദ്യം പോയതിനു ശേഷം കാറുമായി ചെല്ലാമെന്ന് ഷികയ്ക്ക് വാക്കുകൊടുത്തു. പിറ്റേന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതിനാൽ പാർവണിക്ക് കോളേജിലും പോകണ്ടായിരുന്നു. ഷിക വരുന്ന കാര്യം പാർവണിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ അവളെ വിളിച്ചു പറയാനും നിന്നില്ല. പിന്നീട് വൈകിയാണ് ആദ്യം ഉണർന്നത്. രാത്രി അവൻ ഭക്ഷണം കഴിക്കാതെ കൊണ്ട് തന്നെ ഷിക അവനെ കൊണ്ട് നിർബന്ധിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിച്ചു. അവൻ്റെ തളർന്ന മുഖത്തും വേദന നിറഞ്ഞ കണ്ണുകളിലും അഴിഞ്ഞുലിഞ്ഞ മുടിയിലുമൊക്കെ അവളുടെ നോട്ടം പാറി വീണു. ദാ ഇതുകൂടി. സാമ്പാറിൽ മുക്കിയ ദോശ കയ്യിലെടുത്ത് അവരെ നേരെ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. മതി പൊന്നു, കുറേയായി. പിന്നെ പണ്ട് കഴിച്ചതിൻ്റെ പകുതി പോലും കഴിക്കുന്നില്ല. ഏട്ടത്തി വരുമ്പോൾ എന്നോടോ ചോദിക്കുക, നീ നിന്റെ ഏട്ടനെ നോക്കിയില്ലെന്ന്, അതുകൊണ്ട് കുറച്ചുകൂടി കഴിച്ചേ. ഷികയുടെ ആ പരാമർശത്തിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വരുമെന്ന് തോന്നില്ല പൊന്നു, ഒരിക്കലും വരുമെന്ന് തോന്നില്ല. അവൻ ഇടറിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ ആരാ പറയുന്നത്? ഏട്ടത്തി ഉറപ്പായും വരും. ഒരുപാട് നാളൊന്നും എൻ്റെ ഏട്ടനെ പിരിഞ്ഞിരിക്കാൻ സ്നേഹിക്കുന്നവർക്കൊന്നും കഴിയില്ലെന്നേ. വിഷമിക്കാതെ, ഞാനല്ലേ പറയുന്നത്, ഉറപ്പായും ഏട്ടത്തി വരും. ഷിക തൻ്റെ ഉള്ളിലിരിക്കുന്ന സങ്കടം നെഞ്ചിലൊതുക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ അത്രമേൽ അവളെ കുത്തി നോവിച്ചു. ആദി ചിരിക്കാൻ ശ്രമിച്ചു. അല്ല, എൻ്റെ പൊന്നു ഏട്ടനെ ഓടിക്കൊണ്ട് ഇവിടെ തന്നെ കൂടാൻ പോവുകയാണോ? ഞാൻ ഓഫീസിൽ പോവുകയാ. വേഗം കോളേജിൽ പോകാൻ നോക്ക്. ഞാൻ പോയിക്കോളാം ഏട്ടാ, ഏട്ടനെ ഇറങ്ങിക്കോ. ഓക്കെ, ടേക്ക് കെയർ. ആദ്യം ഇറങ്ങി കഴിഞ്ഞത് ശേഷവും ഷിക കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഇന്ദിര അങ്ങോട്ട് വന്നു. അവർ അമ്പലത്തിൽ പോകാനുള്ള വേഷത്തിലായിരുന്നു. നീ എന്താ പൊന്നു ഇന്ന് കോളേജിലൊന്നും പോകുന്നില്ലേ? പോയിക്കോളാം, ഷിക താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. അഹങ്കാരിയാ, അവനെപ്പോലെ തന്നെ. ഏട്ടൻ്റെ അല്ലേ അനിയത്തി, വെറുതെയല്ല അവൻ ഗതി പിടിക്കാത്തത്. ഇന്ദിര മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ അന്നൊരു യജ്ഞം നടക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ഇന്ദിരയ്ക്ക് പ്രാർത്ഥനയിലോ പൂജയിലോ വലിയ ഏകാഗ്രതയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ചെല്ലണം, കുറേ പണം മുടക്കണം, ആളുകളുടെ പുകഴ്ത്തൽ കേൾക്കണം, വലിയ ആളായിട്ട് ജനക്കൂട്ടത്തിന് മധ്യത്തിൽ ഇരിക്കണം. ക്ഷേത്രത്തിലായാലും മറ്റെവിടെയെങ്കിലും ആയാലും ഇതൊക്കെ തന്നെയാണ് പതിവുകൾ. അന്നും അവർ ഉച്ച കഴിയുന്നവരെ അവിടെ ഉണ്ടായിരുന്നു. വഴിപാടുകളും പൂജകളും നിർലോഭം നടത്തി. ദക്ഷിണയായി പണം വാരി എറിഞ്ഞു. അവിടെ വന്ന് വിക്കരും തന്നെ പുകഴ്ത്തുന്നത് കേട്ട് പുളകമണിഞ്ഞു. കുറെ കഴിഞ്ഞ് ക്ഷേത്രത്തിന് പുറത്തിറങ്ങി കാറിനടുത്തേക്ക് നടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് പിന്നിൽ നിന്നൊരു വിളി കേട്ടത്. അമ്മായി. ഇങ്ങനെ ഞെട്ടിത്തെറിയുന്ന തന്നെ പിന്നിൽ നിൽക്കുന്ന ശ്രീലയ വർമ്മയെ കണ്ടു. അവരുടെ മുഖം കുറച്ച് കടുത്തു. ശ്രീലയ പക്ഷെ നിറഞ്ഞ ചിരിയോടെ അടുത്ത് വന്ന് ഇന്ദിരയുടെ കൈ കവർന്നു. അമ്മായിക്ക് എന്നോട് ദേഷ്യമായിരിക്കും എന്നറിയാം. പക്ഷെ അമ്മായി, ശത്രുതയ്ക്ക് നമുക്കൊരു ഇരു കൂട്ടർക്കും ഓരോരോ കാരണങ്ങളുണ്ട്. അതുകൊണ്ട് അതൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ഇന്ദിരയുടെ മുഖത്ത് താല്പര്യത്തിൻ്റെ ഒരു ഭാവം കണ്ടില്ല. പക്ഷെ ശ്രീലയ്ക്ക് യാതൊരു നിരാശയും തോന്നില്ല. എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട അമ്മായി. പക്ഷെ അമ്മായി ഇങ്ങനെ ഒരു പാവമായി പോയല്ലോ. വെറുതെയല്ല ആദ്യം അവൻ്റെ അച്ഛനും കൂടി അമ്മായി ചതിച്ചത്. ഇന്ദിരയുടെ മുഖം മാറി. നീ എന്തൊക്കെയാ പെണ്ണെ ഈ പറയുന്നത്? നീ പറയുന്ന ആദിയെ എൻ്റെ കൊച്ചുമോനാ. അവൻ എന്നെ എങ്ങനെ ചതിച്ചെന്നാ? അമ്മായിയെ മാത്രമല്ല, അമ്മായിയുടെ മോൾ അരുന്ധതിയെയും ആദിത്യനാഥ് ചതിക്കുകയായിരുന്നു. സ്വന്തം അച്ഛൻ്റെ കള്ളക്കളികൾ പിന്നീട് ഈ ആദ്യം മറച്ചു വെച്ചില്ലേ? ഇന്ദിരയ്ക്ക് തല പെരുത്തു. നീ ഒന്ന് തെളിച്ചു പറയുന്നുണ്ടോ? അല്ല, വെറുതെ പിച്ചും പേയും സംസാരിക്കുകയാണെങ്കിൽ ഞാൻ പോകുന്നു. പിച്ചും പേയും പറയാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല അമ്മായി. ഞാനീ പറയുന്ന ഒരു രഹസ്യമാണ്. ഇത്രയും കാലം ആദിയും ആ ഷികയും ഒക്കെ ചേർന്ന് അമ്മായിയെ വിഡ്ഢിയാക്കുകയായിരുന്നു. ഞാനെല്ലാം പറയാം, അമ്മായി ശ്രദ്ധിച്ച് കേൾക്കണം. നിമിഷങ്ങൾ ശരവേഗത്തിൽ കടന്നുപോയി. ശ്രീലയെ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഇന്ദിരയുടെ കണ്ണു മിഴിഞ്ഞു. നീ പറയുന്നതൊക്കെ സത്യമാണോ പെണ്ണേ? ദേ, ആദിയോട് നിനക്ക് ദേഷ്യമുണ്ടെന്ന് കരുതി വായിൽ തോന്നിയൊക്കെ വിളിച്ചു പറയരുത്. എൻ്റെ അമ്മായി ഇതെല്ലാം പകൽപോലെ സത്യമാ. ഈ നിരുപമ കുറേ കാലം എൻ്റെ കൂടെയല്ലേ താമസിച്ചിരുന്നത്. മാത്രമല്ല ആദി പാർവണയെ ഉപേക്ഷിച്ചത് എന്തിനാണെന്ന് വിചാരിച്ചിട്ടാ ഈ പറഞ്ഞ ഷികയെ വിട്ടുകൊടുക്കേണ്ടി വരുന്നു ഭയന്നിട്ട്. അപ്പോൾ നിരുപമ പറയുന്നത് അനുസരിക്കാതെ അവന് വേറെ വഴി ഉണ്ടായിരുന്നില്ല. അമ്മായിക്ക് ബുദ്ധിയുണ്ടെങ്കിൽ കാര്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാലം അവനെന്നെ ചതിക്കുകയായിരുന്നു. ഏതോ ദരിദ്രവാസി പെണ്ണിനെയാണ് എൻ്റെ കൊച്ചുമോളെന്ന് പറഞ്ഞ് തറവാട്ടിൽ വാഴിച്ചിരിക്കുന്നതല്ലേ? ഇന്ദിരയുടെ പല്ലുകൾ ഞെരിഞ്ഞു. അതെ, എന്നാലും ആ ആദി പാവം അമ്മായി ഇങ്ങനെ വിഡ്ഢിയാക്കി കളഞ്ഞല്ലോ. സ്വന്തം മുത്തശ്ശിയുടെ ഒരു തരി ബഹുമാനം ഇല്ലല്ലോ അവന്. ആ നാശം പിടിച്ചവന് പണ്ടേ എന്നോട് ബഹുമാനമില്ല. ആദിത്യനാഥൻ്റെ ചോരയല്ലേ, അങ്ങനെയല്ലേ വരൂ. പക്ഷെ അധികകാലം എന്നെ പറ്റിച്ച് ജീവിക്കാനെന്ന് അവൻ വിചാരിക്കണ്ട. കാണിച്ചു കൊടുക്കാൻ ഞാൻ എല്ലാത്തിനെയും. കാര്യം നീ എൻ്റെ ശത്രുവാണെങ്കിലും മാറ്റാനും ചെയ്യാത്ത ഉപകാരമാ ഇപ്പോൾ നീ എനിക്ക് ചെയ്തത്. അത് ഞാൻ മറക്കില്ല. ഇതിൻ്റെ പ്രത്യുപകാരം എപ്പോഴാണെങ്കിലും ഞാൻ ചെയ്തിരിക്കും. അമ്മായിക്ക് അറിയാലോ, ആ ഷികയെ ഞാൻ എൻ്റെ മോൻ അവനെ ആലോചിച്ചതാ. അതിൻ്റെ പേരിൽ ആദ്യം അവളും കൂടി അവമാനിക്കാവുന്ന മാക്സിമം എന്നെയും എൻ്റെ മോനെയും അപമാനിച്ചു. അമ്മായി വഴി ഷിക ഈ വിവരങ്ങളെല്ലാം അറിയുമല്ലോ. അമ്മായി മണി അവളെ ചോദ്യം ചെയ്യുമ്പോൾ അവളുടെ അഹങ്കാരത്തിൻ്റെ കൊമ്പടിയും. ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മോൻ്റെ മനസ്സ് വേദനിച്ചതിന് അവൾക്കൊരു ശിക്ഷ, അത്രയേ ഉള്ളൂ.
പിന്നെ ചോദ്യം ചെയ്യാതെ ഏതോ തെണ്ടിപ്പെണ്ണിന്റെ വയറ്റിൽ കുരുത്ത മറ്റൊരു തെണ്ടിപ്പെണ്ണല്ലേ അവൾ. അവൾ എത്രയോ എന്നെ വേദനിപ്പിച്ചത്. ഷോ, ഞാൻ അവളുമായി ചേർന്ന് ആ പാറവണയെ ഒരുപാട് കുത്തി വേദനിപ്പിച്ചു. പക്ഷേ അവൾ ആ നിരഞ്ജൻ അടികയുടെ മകളായിരുന്നു. അന്ന് ഞാൻ പാറവണയെ സപ്പോർട്ട് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ അന്ന് എനിക്കറിയില്ലല്ലോ ഇവളാണ് ദരിദ്രവാസി എന്ന്. വായെടുത്താൽ നശൂലം തർക്കുത്തരമേ പറയൂ. എന്നെ വേദനിപ്പിച്ചതിനെല്ലാം പലിശ സഹിതം കൊടുക്കുന്നുണ്ട് ഞാൻ. അങ്ങ് ചെല്ലട്ടെ, ഒരാങ്ങളെയും പെങ്ങളും വന്നിരിക്കുന്നു. ഭൂ. അമ്പലത്തിന്റെ പരിസരത്ത് നിന്ന് അധികം അകലെയല്ലായിരുന്നിട്ടും ഇന്ദിര നീട്ടിത്തുപ്പി. ശ്രീലയുടെ ചുണ്ടിൽ ക്രൂരമായൊരു പുഞ്ചിരി വിടർന്നു. തന്നെ കണ്ടതും പാർവണയുടെ മുഖം മാറിയപ്പോൾ ശിഖ വല്ലാതെയായി. ഗംഗാലക്ഷ്മിയും പ്രൊഫസറും ശിഖയെ സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത്. പക്ഷെ പാർവണ ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നേയുള്ളൂ. അലൻ പുഞ്ചിരിയുടെ വിവരങ്ങൾ അന്വേഷിച്ചതും അവൾ അവനോട് മറുപടി പറയുകയും ചെയ്തു. പക്ഷേ മനഃപൂർവ്വം എന്നൊന്നും ശിഖയെ നോക്കിയില്ല. എനിക്ക് നൃത്തത്തിന്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു അല്ലുവേട്ട, ഞാൻ അകത്തേക്ക് പോയിക്കോട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ പാർവണ അലനോട് ചോദിച്ചു. പാർവണയോട് ശരിയെന്ന് പറഞ്ഞെങ്കിലും അലൻ വല്ലായ്മയുടെ ശിഖയെ നോക്കി. അവൾ വേദനയോട് പുഞ്ചിരിച്ചു. സാർ, ഞാനൊന്ന് ഏട്ടത്തിയെ കണ്ടോട്ടെ, എനിക്കൊന്ന് ഏട്ടത്തിയോട് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ചായ കുടി കഴിഞ്ഞതും ശിഖ പ്രൊഫസറോട് അനുവാദം ചോദിച്ചു. അദ്ദേഹം യാതൊരു എതിർപ്പും കൂടാതെ അത് സമ്മതിക്കുകയും ചെയ്തു. ശിഖ കടന്നു ചെല്ലുമ്പോൾ പാർവണയുടെ റൂം ചാരിയിട്ടിരിക്കുകയായിരുന്നു. അവൾ എന്തോ ആലോചിച്ച് കട്ടിലിരിക്കുകയായിരുന്നു. ഏട്ടത്തി, ശിഖ കുറച്ച് സങ്കോചത്തോടെ വിളിച്ചു. പാർവണ മുഖം തിരിച്ചു നോക്കി. അവളുടെ ഭാവം ശാന്തമായിരുന്നു. ഞാൻ അകത്തോട്ട് വന്നോട്ടെ? വരൂ. പാർവണയുടെ സ്വരത്തിൽ നിർവികാരതയാണെന്ന് ശിഖയ്ക്ക് തോന്നി. അവൾ കുനിഞ്ഞ മുഖത്തോടെ അകത്തേക്ക് കടന്നു വന്നു. എനിക്ക് കുറിച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. എന്നോടോ? അതെ, ഏട്ടത്തിയോട് തന്നെ. ഇരിക്കൂ. തൻ്റെ മുന്നിൽ കിടന്ന കസേര ചൂണ്ടി പാർവണ പറഞ്ഞു. വേണ്ട ഏട്ടത്തി, ഞാനിവിടെ നിന്നോളാം. നിങ്ങളുടെ വീട്ടിലേക്ക് തിരികെ വിളിക്കാനാണെങ്കിൽ അത് വേണ്ട. എനിക്ക് യാതൊരു താല്പര്യവും ഇല്ലാത്ത കാര്യമാണ്. ദയചെയ്ത് ഇങ്ങനെ അടിക്കടി വന്ന് ബുദ്ധിമുട്ടിക്കരുത്. മാത്രമല്ല, ഈ ഏട്ടത്തി എന്നുള്ള സംബോധനയും വേണ്ട. പണ്ടൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് സ്നേഹത്തോടെ അങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ. പക്ഷേ നീ എടി എന്നൊക്കെ മാത്രമാണ് കേട്ടിട്ടുള്ളത്. ശിഖ എന്ന് പേര് വിളിച്ചാൽ മതി. അവൾ എടുത്തടിച്ചതുപോലെ പറഞ്ഞു. ശിഖയുടെ കണ്ണുകൾ നിറഞ്ഞു. ഏട്ടത്തിക്ക് എന്നോട് ദേഷ്യമാണോ? കൊള്ളാം, നല്ല ചോദ്യം. പാർവണ ഒന്ന് ചിരിച്ചു. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നത് മുതൽ ശിഖ എന്നോട് എങ്ങനെയാണ് പെരുമാറിയെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ശിഖ മാത്രമല്ല, ഇന്ദിര എന്ന സ്ത്രീയും. എന്നിട്ട് ശിഖ തന്നെ ഒരു ഉത്തരവും കണ്ടെത്ത്. അത് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എൻ്റെ മാനത ശിഖ അർഹിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ മുത്തശ്ശിയും കൊച്ചുമോളെയും പോലെ മര്യാദപ്പെട്ട് പെരുമാറാൻ എനിക്കറിയില്ല. പക്ഷെ നിങ്ങളോട് ജന്മം എനിക്ക് യാതൊരു അനുഭവവും ഉണ്ടാകില്ല. ശിഖയുടെ മുഖം വിളറി. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. എനിക്കറിയാം ഏട്ടത്തി, ഈ മുന്നിൽ വരാനോ മാപ്പ് ചോദിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. എങ്കിലും എൻ്റെ ഏട്ടന് വേണ്ടി ഞാൻ യാചിക്കുകയാണ്. ദയവ് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് ഏട്ടത്തി തിരിച്ചു വരണം. ഏട്ടത്തിക്കുണ്ടായ വേദനയ്ക്ക് പകരം വെക്കാൻ ഒന്നുമില്ലെന്നറിയാം. എന്ത് പ്രായശ്ചിത്തം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എങ്ങനെ വേണമെങ്കിലും ഏട്ടത്തിക്ക് എന്നെ ശിക്ഷിക്കാം. ഒരിക്കലും എന്നെ ഇറക്കിവിട്ട വീടാണത്. അവിടെ ഞാനൊരു അഭയാർത്ഥിയായിരുന്നു. ഉടമസ്ഥന് താല്പര്യം കഴിഞ്ഞപ്പോൾ ഒഴിഞ്ഞു പോരേണ്ടി വന്നു. എനിക്ക് അവിടെ അനുഭവിക്കേണ്ടി വന്നതല്ല മറ്റാരും മറന്നാലും ഞാൻ മറക്കില്ല. അതുകൊണ്ട് ശിഖ പോയിക്കോളൂ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. പിന്നെ ശിഖയുടെ ഈ താല്പര്യം ഞാൻ നിരഞ്ജൻ അടികയുടെ മകളാണെന്ന് അറിഞ്ഞതുകൊണ്ടാണോ? ഞാൻ ഇപ്പോഴും പഴയ പാറവണ തന്നെയാണ് ശിഖ. എനിക്ക് യാതൊരു മാറ്റവുമില്ല. മനസ്സ് കുറച്ചുകൂടി കരുത്താർജിച്ചെന്ന് മാത്രം. ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് പുതിയ ബന്ധങ്ങളിൽ താല്പര്യമില്ല എന്നാണ്. പുതിയതായി എനിക്ക് അച്ഛനെയും വേണ്ട, നാത്തൂനെയും വേണ്ട. ഏട്ടത്തി എത്ര വേണമെങ്കിലും പരിഹസിച്ചോളൂ. പക്ഷേ എൻ്റെ കൂടെ വരണേ പ്ലീസ്. ഞാൻ വരില്ല. ശിഖ സമയം കളയാതെ പോകാൻ നോക്ക്. പാർവണ മുഖം തിരിച്ചു. ഏട്ടത്തി അങ്ങനെ പറയരുത്. ഏട്ടൻ്റെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. ഏട്ടത്തി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എൻ്റെ ഏട്ടന്. പ്ലീസ് ഏട്ടത്തി, ഒന്ന് തിരിച്ചു വാ. ഏട്ടത്തിക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. ശിഖ വിങ്ങിക്കരഞ്ഞുകൊണ്ട് പാറവയുടെ കാൽക്കിലേക്ക് വീണു. പാറവണ കാല് വലിച്ചെടുക്കാൻ നോക്കിയെങ്കിലും അവൾ വിട്ടില്ല. ഞാൻ സത്യമാ പറയുന്ന ഏട്ടത്തി. ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞാൻ വരില്ല. എവിടെയെങ്കിലും ദൂരേക്ക് പോയി വല്ല ഹോസ്റ്റലിൽ നിന്നോളാം. അറിവീട് കൊണ്ട് ഞാൻ ചെയ്തതെല്ലാം പൊറുക്കണം. അമ്മയുടെ സ്ഥാനത്താണ് ഏട്ടത്തിയെന്ന് എപ്പോഴും ഏട്ടൻ പറഞ്ഞു തരാറുണ്ടായിരുന്നു. ആ സ്ഥാനം തന്നുകൊണ്ട് തന്നെ ഞാൻ യാചിക്കുകയാണ്. ദയവ് ചെയ്ത് എൻ്റെ ഏട്ടൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരണം. പ്ലീസ് ഏട്ടത്തി, പ്ലീസ്. എന്തായി കാണിക്കുന്നു ശിഖ? ഒന്ന് എഴുന്നേൽക്ക് പ്ലീസ്. പാറവണ അസഹ്യതയോടെ പറഞ്ഞു. അവളുടെ സ്വരം മാറിയത് കണ്ട് ശിഖ കണ്ണു തുടച്ച് എഴുന്നേറ്റ് മുഖം കുനിച്ചു നിന്നു. ശിഖയുടെ ഈ ചിന്തയൊക്കെ വെറുതെയാണ്. എനിക്ക് ശിഖയെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നില്ല. എല്ലാവർക്കും ഒഴിവാക്കാൻ എന്നെയാണ് എളുപ്പം ശിഖ. പാറവന്റെ സ്വരത്തിൽ നൊമ്പരം കലർന്നു. അദ്ദേഹത്തിന് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റും. പക്ഷേ ശിഖയില്ലാതെ പറ്റില്ല. ശിഖ ഭാഗ്യവതിയാണ്. ചേർത്ത് നിർത്താൻ ഇങ്ങനൊരു ഏട്ടനുണ്ടല്ലോ. ജീവിതത്തിൽ അത് ഏത് ബന്ധവും ആയിക്കോട്ടെ, ഒരിക്കലും കൈവിടാതെ ചേർത്ത് പിടിക്കാൻ ഒരു മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ശിഖയ്ക്ക് അതുണ്ട്. അതൊരിക്കലും ഇല്ലാതിരുന്ന ഒരുവളാണ് പറയുന്നത്. ശിഖ ഭാഗ്യവതിയാണ്. എനിക്ക് ആ ഭാഗ്യം ശിഖയിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കണ്ട. ശിഖ പറഞ്ഞത് പോലെ ഇനി ആ വീട്ടിലേക്ക് വരാൻ എനിക്കാവില്ല. പെട്ടെന്ന് ദിവസം ഈ ഭൂമിയിൽ എൻ്റെ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവളാണ് ഞാൻ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഹൃദയം തകർന്നു പോയി. അതൊന്നും മുറി കൂടാതെ എനിക്ക് ആരെയും സ്നേഹിക്കാനോ സന്തോഷിപ്പിക്കാനോ കഴിയില്ല. ഇത് വെറും ദുർവാശിയൊന്നുമല്ല. ഒരു സാധാരണ സ്ത്രീയുടെ ഹൃദയം ഇങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ അഭിനയിക്കേണ്ടി വരും. എല്ലാവരും തൃപ്തിപ്പെടുത്താനായി ഒരു പാവയെ പോലെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ടി വരും.
എനിക്ക് വയ്യ അങ്ങനെ മരിച്ചു ജീവിക്കാൻ. ദയവ് ചെയ്ത് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. പിന്നെ അദ്ദേഹത്തെ ഷിക സ്നേഹിക്കണം. ഷിക വിചാരിക്കുന്നതിനപ്പുറമാണ് അദ്ദേഹത്തിന് ഷികയോടുള്ള സ്നേഹം. അദ്ദേഹം ഷികയെ സ്നേഹിക്കുന്ന പോലെ ഷികയ്ക്ക് അദ്ദേഹത്തിനെ സ്നേഹിക്കാൻ കഴിയില്ല എന്നെനിക്ക് ഉറപ്പാണ്. അത്രയ്ക്കുണ്ട് ആ ഏട്ടൻ അനിയത്തിയോട്ടുള്ള കരുതൽ. അതൊരിക്കലും എനിക്ക് ഷികയെ പറഞ്ഞു മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. എങ്കിലും കഴിയുന്നത് പോലെ അദ്ദേഹത്തിന് ശ്രദ്ധിക്കണം. അറിയാമല്ലോ, ഒരു പാവമാണ്. പലരുടെയും സ്വാർത്ഥതയിൽ കുടുങ്ങി സ്വസ്ഥത നഷ്ടപ്പെട്ട ഒരു പാവം. അപ്പോൾ ഏട്ടത്തി ഏട്ടനെ മനസ്സിലാക്കുന്നുണ്ടല്ലേ? ഷിക ഇടറിക്കൊണ്ട് ചോദിച്ചു. ആദി സാർ നല്ലൊരു മനുഷ്യനാണ് ഷിക, അതിൽ തർക്കമൊന്നുമില്ല. അദ്ദേഹം എന്നോടും കാരുണ്യം കാണിച്ചിട്ടുണ്ടല്ലോ, അതിലെനിക്ക് നന്ദിയേ ഉള്ളൂ. പാറമയുടെ കാരുണ്യം എന്ന വാക്ക് ഷികയെ വേദനിപ്പിച്ചു. ഒന്നും കൂടി ആലോചിച്ചൂടെ ഏട്ടത്തി? എൻ്റെ ഏട്ടൻ ആ പാവത്തിന് ഏട്ടത്തിയുടെ സ്നേഹം മാത്രമേ ഉള്ളൂ, അത് സഹതാപവും കാരുണ്യവും ഒന്നുമല്ല. പാർവണ നിഷേധാർത്ഥ തലയാട്ടി. ഷിക പോയിക്കോളൂ, ഇനി ഈ കാര്യം നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട. ഷിക മനസ്സിലാക്കിയില്ലെങ്കിലും ഷികയുടെ ഏട്ടൻ എന്നെ മനസ്സിലാകും. പിന്നെ ദയവ് ചെയ്തതിനൊരിക്കലും ഇങ്ങനൊരു ആവശ്യമായി എൻ്റെ മുന്നിൽ വരരുത്. ഷികയെന്നല്ല ആരും. പാർവണ അവസാന വാക്കെന്തപോലെ പറഞ്ഞു. ഏട്ടത്തി ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്നാണോ? ഹൃദയം തകർന്ന പോലെ ഷിക ചോദിച്ചു. പാർവണ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. തിരിച്ചു പോകുന്ന വഴി കാറിലിരുന്ന ഷിക കരച്ചിലായിരുന്നു. ഞാൻ പറഞ്ഞതല്ലേ പൊന്നു അങ്ങോട്ട് പോകേണ്ടെന്ന്. കേൾക്കാതിരുന്നത് പൊന്നു തന്നെയല്ലേ? ഇനിയിപ്പോൾ കരഞ്ഞിട്ട് എന്താ കാര്യം? പോകാതിരുന്നിട്ട് എന്താ അല്ലുവേട്ടാ? ഞാൻ ചിലപ്പോൾ ഇനിയും പോകും, ഇനിയും കാല് പിടിക്കും. എൻ്റെ ഏട്ടന് വേണ്ടിയല്ലേ? പാർവണയ്ക്കും ആ കൊച്ചിൻ്റെതായ ന്യായങ്ങളുണ്ട് പൊന്നു. പെട്ടെന്നൊരു ദിവസം ആദ്യാൽ ഉപേക്ഷിക്കപ്പെട്ടതാണ് അവൾ. അവൻ്റെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു ചെല്ലണമെന്ന് പറഞ്ഞാൽ ആ കൊച്ചിനത് മനസ്സിലാകില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അല്ലുവേട്ടനോട്? എന്താ പൊന്നു? ആദ്യേട്ടനെ എന്തിനാ ഏട്ടത്തെ ഉപേക്ഷിച്ചത്? അങ്ങനെ ആ പാവത്തെ ഉപേക്ഷിച്ചിട്ട് എന്ത് മൂല്യമുള്ള വസ്തുവാണ് ഏട്ടനെ സംരക്ഷിക്കാനുണ്ടായിരുന്നത്? അവളുടെ നോട്ടമേറ്റതും അലൻ പതറി. എനിക്കറിയില്ല. കള്ളം, പച്ച കള്ളമാണത്. അവൾ ക്രുദ്ധയായി അലനെ നോക്കി. നിങ്ങളൊക്കെ ചേർന്ന് എൻ്റെ അടുത്ത് നിന്ന് എന്താണ് മറക്കുന്നത് അല്ലുവേട്ടാ? കാര്യം അറിഞ്ഞാലല്ലേ എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ പറ്റൂ. അലനൊന്നും മിണ്ടിയില്ല. അവൻ്റെ അടുത്ത് നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് ഷികയ്ക്ക് മനസ്സിലായി. അവൾ മുഖം വീർപ്പിച്ചിരുന്നു. ഏറെ നേരത്തിന് ശേഷം കാറിൽ നിന്നിറങ്ങി ഷിക ചെല്ലുമ്പോൾ മുൻവശത്തെ സോഫയിൽ ഇന്ദിര കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവരെ കണ്ടതും അവൾ ഗൗനിക്കാതെ അകത്തേക്ക് കയറാൻ ഭാവിച്ചു. ഡി, നീ അവിടെ ഒന്ന് നിന്നേ. ഇന്ദിര ദാർഷ്ട്യത്തോടെ വിളിച്ചു. ഷേയ്ക്ക് അത്തരം സംബോധനകൾ ഇഷ്ടമല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? അവൾ തിരിഞ്ഞു നിന്നു. എന്ത് അധികാരത്തിലാടി നീ എന്നെ ഭരിക്കുന്നത്? നിനക്ക് ഇവിടെ ഒരു അവകാശമില്ല. നീയേ വലിഞ്ഞു കയറി വന്നവൾ. ഷികയുടെ മുഖം ചുളിഞ്ഞു. നിങ്ങൾക്ക് എന്താ മുത്തശ്ശി വട്ടായോ? അല്ലെങ്കിൽ തന്നെ മനുഷ്യനിവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഓരോന്ന്. ഇന്ദിരയെ നോക്കി അതൃപ്തിയോടെ പറഞ്ഞിട്ട് ഷിക സ്റ്റെയർ കേസ് കയറാൻ തുടങ്ങി. ഇതേസമയം ആദിയുടെ ഓഫീസിൽ അവനൊരു കോളിലായിരുന്നു. സത്യമാണോ അങ്കിളേ ഇത്? ആദിയുടെ ശബ്ദം വിറച്ചു. ആ മോനെ, ആ ശ്രീലയ അമ്മയെ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നത്രേ. ഞാനിന്ന് അവിടെ ഒരു വഴിപാട് കഴിച്ചിരുന്നു. അത് വാങ്ങാൻ നമ്മുടെ വെപ്പുകാരൻ രാമൻ പോറ്റിയെ പോയത്. പോറ്റിയ ഇക്കാര്യം എന്നോട് പറഞ്ഞത്. ഈ രാമൻ പോറ്റി പണ്ട് നിന്റെ മുത്തശ്ശൻ ജഗന്നാഥ വർമ്മ ഉണ്ടായിരുന്ന സമയത്ത് തറവാട്ടിൽ ജോലിക്ക് നിന്നിട്ടുണ്ട്. അങ്ങനെ ശ്രീലയൊക്കെ അറിയാം. എന്നിട്ട് ഇപ്പോഴാണ് അങ്കിൾ ഇത് വിളിച്ചു പറയുന്നത്. ഞാൻ കാര്യം ഇപ്പോൾ അറിഞ്ഞതേ ഉള്ളൂ മോനെ. നീ വേഗം വീട്ടിലേക്ക് ചെല്ല്. അമ്മയെയും പൊന്നുവിനെയും ഞാൻ മാറി മാറി വിളിക്കുന്നുണ്ട്. രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല. ആദ്യാകെ പരിഭ്രാന്തനായി. സഹിക്കാനാവാത്ത ഉത്കണ്ഠയാൽ അവൻ്റെ നെഞ്ചു കഴച്ചു. ദ്രുതഗതിയിൽ അവൻ തൻ്റെ ക്യാബിൽ നിന്ന് ഇറങ്ങി ഓടി. ഡ്രൈവ് ചെയ്യുമ്പോൾ തൻ്റെ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് അവൻ തോന്നി. ഷികയും ഇന്ദിരയും അവൻ മാറി മാറി വിളിച്ചുകൊണ്ടിരുന്നു. റിങ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ആരും ഫോൺ എടുത്തില്ല. മുത്തശ്ശി തൻ്റെ പൊന്നുവിനോട് വേണ്ടാത്തത് വല്ലതും പറയുമോ? അങ്ങനെ വന്നാൽ എന്താകും പിന്നെ ജീവിതം? ഇത്രയും കാലം വേദനിച്ചതിനും പരിഹാസ്യനായതും സ്വസ്ഥതയില്ലാതെ നരകിച്ചതിനും ഒന്നും മൂല്യമില്ലാതെയാവും. തൻ്റെ അനിയത്തി അല്ലെങ്കിൽ മകളായവളെ തനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. അവളിത് സത്യം അറിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്? എന്തൊരു നരകവേദനയാണിത്! ഒരു സ്വസ്ഥതയുമില്ലാത്ത ജീവിതം. തിരക്കുള്ള റോഡിൽ കൂടി കാർ അന്നേവരെ എടുക്കാത്ത വേഗതയിൽ പായിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ പാർവണയായിരുന്നു. അവൾ തന്നെ ജീവിതത്തിൽ നിന്ന് പോയിട്ട് തനിക്കൊരിക്കലും സ്വസ്ഥത ഉണ്ടായിട്ടില്ല. അവളുടെ ശാപമാണോ ഇതെല്ലാം? ശംഭൂക പത്നിയാൽ ശപിക്കപ്പെട്ട രാമൻ്റെ അവസ്ഥയാണ് തനിക്കെന്ന് ആദിക്ക് തോന്നി. ഒരിക്കലും ഭാര്യസുഖം കിട്ടില്ലേ തനിക്ക്? മനസ്സമാധാനം കിട്ടില്ലേ? അവൾ കനിയാതെ തൻ്റെ മേലുള്ള ഈ ശാപമോക്ഷം വിട്ടുപോകുമോ? തൻ്റെ മുത്തശ്ശി വളരെ സ്വാർത്ഥയായ സ്ത്രീയാണ്. അവരിപ്പോൾ പൊന്നുവിനോട് എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക? ഷികയെക്കുറിച്ചുള്ള വേവലാതിയിൽ ആദിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി.